ഹലോ ഗൈസ്, ഇന്ന് പണിമുടക്കായിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്ന് പണിമുടക്കായതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. അപ്പം കരുതി നമ്മുടെ ട്രെൻഡിനൊപ്പം പോവാൻ. വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റീംഡ് ചിക്കൻ സാൻഡ്വിച്ച് അല്ല, സ്റ്റീംഡ് ചിക്കൻ ഷവർമ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലൊക്കെ കാണുന്ന പോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ എക്സാക്ട്ലി ആ പാത്രത്തിനകത്ത് തന്നെ വന്ന് നിൽക്കുമെന്നൊക്കെ കരുതി ഞാൻ ഒഴിച്ചു. പക്ഷെ നിന്നില്ല, കുറച്ചൊക്കെ പുറത്തൊക്കെ പോയി. അല്ലേലും നമുക്ക് വല്ല നിപ്പയോ കൊറോണയോ ലോക്ക്ഡൗണോ ഒക്കെ വരണമല്ലോ അല്ലേ, വല്ലതൊക്കെ പരീക്ഷിച്ച് നോക്കാൻ. ഞാനും ഇന്ന് പണിമുടക്കൊക്കെ അല്ലേ, വെറുതെ ഇരിക്കുകയാണല്ലോ. സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ നോക്കാമെന്ന് കരുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും സാൻഡ്വിച്ച് അല്ലേ ഉണ്ടാക്കുന്നത്, എന്നാൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ഒരു ഷവർമ ഉണ്ടാക്കി നോക്കിയതാണ്. അങ്ങനെ റുമാലി റൊട്ടീൻ്റെ റെസിപ്പിയൊക്കെ വേറെ ഏതോ ചാനലൊക്കെ നോക്കി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഒരു വിധം ഒപ്പിച്ചെടുത്തു. മൈദപ്പൊടിയിലേക്ക് ഒരു ഇച്ചിരി ഗോതമ്പ് പൊടിയും ഉപ്പും ഓയിലും കുറച്ചായിട്ട് പാലും ഒഴിച്ച് നല്ല സോഫ്റ്റാക്കി മാറ്റി വയ്ക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളതിനെ വീണ്ടും കുഴച്ച് ഉരുട്ടി 4 ബോൾസ് ആക്കി മാറ്റി 2 ബോൾസ് അടുപ്പിച്ച് വെച്ചിട്ട് പരത്തി ഒരുമിച്ച് ചുട്ടെടുത്ത പാടെ തന്നെ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് റുമാലി റൊട്ടി ഉണ്ടാക്കാൻ ഗൈസ് ഒരുവിധം ഒപ്പിച്ചുണ്ടാക്കിട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഞാൻ ചോപ്പർ കൂട്ടലിട്ടിട്ട് 2 കിർക്കിറ് വെച്ചപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം അരിഞ്ഞ് കിട്ടി. അങ്ങനെ എല്ലാം കൂടി ആക്കി പിന്നെ നമ്മുടെ സോസ് ഐറ്റംസ് എല്ലാം കൂടി റെഡിയാക്കി ഇതിനകത്തേക്ക് വെച്ച് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നമ്മുടെ ഷവർമ കടയിലൊക്കെ ടക്ക ചെയ്യില്ലേ, അതേപോലെ അങ്ങോട്ട് കുത്തി എടുത്തു. എന്നിട്ട് ആ ഫില്ലിങ് നമ്മുടെ റുമാലി റൊട്ടിനകത്തേക്ക് വെച്ച് റോൾ ചെയ്തങ്ങോട്ട് എടുത്തു. ലുക്ക് വൈസ് എക്സാക്ട്ലി കറക്റ്റായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ മാത്രമൊക്കെ ഇല്ലായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനും തന്നെ അത്യാവശ്യത്തിലേറെ കഴിച്ചു. അപ്പം ഇന്നത്തേക്ക് അത്രയൊക്കെയുള്ളൂ. പിന്നെ കാണാം. ബൈ.